എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ആറ്റത്തിന്റെ ഹൃദയം, അതായത് അതിന്റെ ന്യൂക്ലിയസ്, ശരിക്കും എന്തായിരിക്കുമെന്ന്? പുറമേന്ന് നോക്കുമ്പോൾ അതൊരു വലിയ രഹസ്യം പോലെയാണ്. പക്ഷേ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, അതിനെ ചാർജുള്ളൊരു തുള്ളി വെള്ളം പോലെ കാണാൻ പറ്റിയാലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ വളരെ സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായൊരു ഐഡിയയെക്കുറിച്ചാണ്: ദ്രാവക തുള്ളി മാതൃക. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും എത്രയോ ചെറുതാണ്. പക്ഷേ അതിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് ഭയങ്കരമായൊരു ശക്തി കൊണ്ടാണ്. ഈ ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു തലവേദനയായിരുന്നു, അല്ലേ? ഇത്രയും ചെറിയൊരു സാധനത്തിന്റെ ഉള്ളിലേക്ക് എങ്ങനെ നോക്കാനാണ്? അപ്പോൾ ഇതാണ് ചോദ്യം. നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു രഹസ്യത്തെപ്പറ്റി നമ്മൾ എങ്ങനെയാ പഠിക്കുക? എങ്ങനെയാ അതിന് മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുക? അതിനൊരു മോഡൽ വേണ്ടേ? ഇവിടെയാണ് സയന്റിസ്റ്റുകളുടെ ക്രിയേറ്റിവിറ്റി ശരിക്കും പുറത്തുവരുന്നത്. ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയത് വളരെ ലളിതമായ ഒരു ഐഡിയയിൽ നിന്നാണ്. അതാണ് നമ്മുടെ ദ്രാവക തുള്ളി മാതൃക. അതായത് ന്യൂക്ലിയസിനെ ഒരുപാട് കണികകളുടെ ഒരു കോംപ്ലക്സ് സിസ്റ്റമായി കാണാതെ പകരം ഒരു തുള്ളി വെള്ളമായി സങ്കൽപ്പിക്കുക. അതിനതിൻ്റേതായ ഉപരിതല ബലമൊക്കെയുണ്ട്. അതുപോലെ കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നില്ലേ? അപ്പോൾ എന്താണ് ഈ ദ്രാവക തുള്ളി മാതൃക എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇത് ന്യൂക്ലിയസിനെ ഒറ്റ യൂണിറ്റായിട്ടാണ് കാണുന്നത്, ഒരു തുള്ളി വെള്ളം പോലെ. അതിനകത്തുള്ള ഓരോ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സ്വഭാവം തനിച്ചു പഠിക്കുന്നതിന് പകരം ന്യൂക്ലിയസ് മൊത്തത്തിൽ ഒരുമിച്ചെങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലാണ് ഫോക്കസ്. അപ്പോൾ ഈയൊരു താരതമ്യം വർക്കൗട്ട് ആകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ന്യൂക്ലിയസിനകത്തുള്ള ഓരോ കണികയും അതിൻ്റെ തൊട്ടടുത്തുള്ള കണികകളുമായിട്ട് മാത്രമേ ഇടപെടുന്നുള്ളൂ, ചുറ്റുമുള്ള എല്ലാത്തിനോടുമില്ല. രണ്ടാമത്തേത്, ഒരു തുള്ളി വെള്ളത്തിന് ഒരു കോൺസ്റ്റന്റ് ഡെൻസിറ്റിയും സർഫസ് ടെൻഷനുമൊക്കെ ഉണ്ടല്ലോ. ഏകദേശം അതുപോലെയുള്ള ചില പൊതു സ്വഭാവങ്ങൾ ന്യൂക്ലിയസിനും ഉണ്ട് എന്ന് നമ്മൾ സങ്കൽപ്പിക്കുന്നു. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇത്രയും സിമ്പിളായ ഒരു ഐഡിയ കൊണ്ട് എന്ത് കാര്യമാ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? എന്നാൽ കേട്ടോളൂ, ന്യൂക്ലിയർ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് എനർജിയും ഫിഷനുമൊക്കെ വിശദീകരിക്കാൻ ഈ മോഡലിന് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ന്യൂക്ലിയസിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരു പശയുണ്ടല്ലോ, ആ ഒരു ഭയങ്കര എനർജി, അതിനെയാണ് നമ്മൾ ബൈൻഡിംഗ് എനർജി അഥവാ ബന്ധനോർജ്ജം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. സെമി എംപിരിക്കൽ മാസ് ഫോർമുല എന്നാണ് അതിൻ്റെ പേര്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. ആ ഫോർമുലയുടെ ബേസിക് ഐഡിയാസ് മുഴുവൻ വരുന്നത് നമ്മുടെ ഈ ദ്രാവക തുള്ളി മോഡലിൽ നിന്നാണ്. അപ്പോൾ ആ ഫോർമുലയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് വോളിയം ടേം. അതായത് ന്യൂക്ലിയസിലെ എത്രത്തോളം കണങ്ങളുണ്ടോ അത്രയും കൂടുതൽ ബോണ്ടുകളുണ്ടാവും, അപ്പോൾ മൊത്തം എനർജിയും കൂടും. സിമ്പിൾ. രണ്ടാമത്തേത് സർഫസ് ടേം. ഒരു തുള്ളി വെള്ളത്തിന്റെ പുറത്തുള്ള കണങ്ങൾക്ക് ഉള്ളിലുള്ള അത്രയും ബന്ധങ്ങളുണ്ടാവില്ലല്ലോ, അല്ലേ? അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ സർഫസിലുള്ള കണങ്ങൾക്കും ബോണ്ടിങ് കുറവാണ്, അപ്പോൾ മൊത്തം എനർജിയിൽ നിന്ന് കുറച്ച് കുറയ്ക്കണം. ഇനി മൂന്നാമത്തേത് കൂളംബ് ടേം. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുണ്ട്, അവ പരസ്പരം തള്ളിമാറ്റും, അല്ലേ? ഈ തള്ളിമാറ്റൽ കാരണം എനർജി പിന്നെയും കുറയും. കണ്ടോ, എല്ലാം ആ വെള്ളത്തുള്ളിയുടെ ഐഡിയ വെച്ച് പറയാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയസിനെ പറ്റിയാണ്. പക്ഷേ പുറത്തുനിന്നൊരു ന്യൂട്രോൺ നല്ല സ്പീഡിൽ വന്ന് ഈ വെള്ളത്തുള്ളിയിലൊന്ന് ഇടിച്ചാലോ? അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആ സംഭവം നടക്കുന്നത്: ന്യൂക്ലിയർ ഫിഷൻ, അല്ലെങ്കിൽ അണുവിഘടനം. ഒരു ന്യൂക്ലിയസ് രണ്ടായി പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടുമുമ്പ് അതിങ്ങനെ ഒന്ന് വലിഞ്ഞു നീളും, ഒരു ഡംബലിന്റെ ഷേപ്പിലേക്ക് മാറും. ആ സമയത്ത് അതിനകത്ത് രണ്ട് എനർജികൾ തമ്മിൽ ഒരു വടംവലി നടക്കും. ഈ വടംവലി ആരാ ജയിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഫിഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് പിടികിട്ടും. അപ്പോൾ ഈ വടംവലിയിൽ ഒരു സൈഡിലുള്ളത് സർഫസ് എനർജിയാണ്, മറ്റേ സൈഡിൽ കൂളോംബ് എനർജിയും. ന്യൂക്ലിയസ് ഇങ്ങനെ വലിഞ്ഞു നീഴുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുമല്ലോ, അപ്പോൾ സർഫസ് എനർജിയും കൂടും. ഈ സർഫസ് എനർജിക്ക് അതിന് പഴയ ഉരുണ്ട ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് താൽപ്പര്യം. പക്ഷേ അതേസമയം എന്തു സംഭവിക്കുന്നു? പ്രോട്ടോണുകൾ തമ്മിലുള്ള ദൂരം കൂടുന്നു, അപ്പോൾ അവ തമ്മിലുള്ള തള്ളിമാറ്റൽ കുറയും, അതായത് കൂളോംബ് എനർജി കുറയും. ഈ കൂളംബ് എനർജിയുടെ കുറവ് ന്യൂക്ലിയസിനെ ഇനിയും വലിയാനും അവസാനം പൊട്ടാനും പ്രേരിപ്പിക്കും. അപ്പോൾ ഈ കളിയിൽ ആരാ ജയിക്കുക? തിരിച്ചു ചുരുക്കാൻ ശ്രമിക്കുന്ന സർഫസ് എനർജിയോ അതോ പൊട്ടിക്കാൻ നോക്കുന്ന കൂളംബ് എനർജിയോ? എപ്പോഴാണ് ആ ഒരു ടിപ്പിംഗ് പോയിന്റ് വരുന്നത്? എപ്പോഴാണ് ന്യൂക്ലിയസ് രണ്ടായി പിളരുന്നത്? ഉത്തരം ഇതാണ്: എപ്പോഴാണോ കൂളംബ് എനർജി കുറയുന്നത്, സർഫസ് എനർജി കൂടുന്നതിനേക്കാൾ കൂടുതലാകുന്നത്, അപ്പോൾ കളി മാറും. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിയസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് രണ്ടായിട്ട് പൊട്ടിത്തെറിക്കും. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് ഈ മോഡൽ വെച്ച് ഫിഷൻ വിശദീകരിക്കാൻ പറ്റുന്നത്? അപ്പോൾ സംഭവം കൊള്ളാം, അല്ലേ? ബൈൻഡിംഗ് എനർജി, ഫിഷൻ, ഇതൊക്കെ വളരെ ഈസിയായിട്ട് ഈ മോഡൽ വെച്ച് പറയാൻ പറ്റി.
പക്ഷേ ഏതൊരു സിമ്പിൾ മോഡലിനെ പോലെ ഇതിനും ചില കുഴപ്പങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയ ചില റിസൾട്ടുകൾ ഈ മോഡലുമായിട്ട് ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ദ്രാവക തുള്ളി മോഡൽ വെച്ച് ചിന്തിച്ചാൽ ഒരു വലിയ വെള്ളത്തുള്ളി പൊട്ടിയാൽ കിട്ടുന്ന കഷ്ണങ്ങൾ ഒരു ചെറിയ വെള്ളത്തുള്ളി പൊട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലുതായിരിക്കുമല്ലോ. അതേ ലോജിക്ക് വെച്ച് ഒരു വലിയ ന്യൂക്ലിയസ് ഫിഷന് വിധേയമാകുമ്പോൾ കിട്ടുന്ന കഷ്ണങ്ങളും ആനുപാതികമായി വലുതായിരിക്കണം. അതായിരുന്നു ഈ മോഡലിന്റെ പ്രഡിക്ഷൻ. പക്ഷേ എക്സ്പെരിമെന്റ്സ് ചെയ്തപ്പോൾ കണ്ടത് വേറൊരു കാഴ്ചയാണ്. യുറേനിയം പോലെയുള്ള വലിയ ന്യൂക്ലിയസുകളെ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആറ്റം എത്ര വലുതായാലും ശരി, ഫിഷൻ കഴിഞ്ഞുണ്ടാകുന്ന വലിയ കഷ്ണത്തിന് ഏകദേശം ഒരേ മാസ്സാണ്. അത് മാറുന്നില്ല. ഇത് നമ്മുടെ മോഡൽ പ്രവചിച്ചതിൽ നിന്ന് കടകവിരുദ്ധമായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം ഷെൽ ഇഫക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ക്വാണ്ടം പ്രതിഭാസമാണ്. അത് ന്യൂക്ലിയസിനകത്തെ കണികകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി: ദ്രാവക തുള്ളി മോഡൽ വളരെ യൂസ്ഫുള്ളാണ്, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റില്ല. അതൊരു കംപ്ലീറ്റ് പിക്ചറല്ല. ഒരു മോഡലിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആ മോഡലിന്റെ ഒരു പരാജയമായിട്ട് കാണരുത്. സത്യത്തിൽ ശാസ്ത്രം മുന്നോട്ടു പോകുന്നത് തന്നെ ഇങ്ങനെയാണ്. ഒരു മോഡലിന്റെ പോരായ്മകൾ മനസ്സിലാക്കുമ്പോഴാണ് പുതിയതും കൂടുതൽ മെച്ചപ്പെട്ടതുമായ തിയറികളിലേക്ക് നമുക്ക് വഴി തുറക്കുന്നത്. അപ്പോ ദ്രാവക തുള്ളി മോഡൽ തെറ്റാണോ? ഒരിക്കലുമല്ല. അതൊരു ഭയങ്കര യൂസ്ഫുള്ളായ സിംപ്ലിഫിക്കേഷനാണ്. ന്യൂക്ലിയസിന്റെ ഒരുവിധം എല്ലാ പൊതു സ്വഭാവങ്ങളും ഫിഷിന്റെ ബേസിക് പ്രിൻസിപ്പിൾസുമൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഐഡിയ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഈ മോഡലിന് വലിയ പ്രസക്തിയുണ്ട്. ഒന്നാമത്, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിത്രം അത് തരുന്നു. രണ്ടാമത്, ബൈൻഡിംഗ് എനർജിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളുടെ എല്ലാം അടിസ്ഥാനം ഈ മോഡലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പോരായ്മകളാണ് കൂടുതൽ നല്ല തിയറികൾ ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമായത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു ന്യൂക്ലിയസിനെ ഒരു തുള്ളി വെള്ളത്തോട് ഉപമിച്ച അത്ര പെർഫെക്റ്റ് അല്ലാത്ത ഒരു സിമ്പിൾ ഐഡിയ. ആ ഐഡിയയാണ് നമുക്ക് ന്യൂക്ലിയർ എനർജിയുടെ വാതിലുകൾ തുറന്നു തന്നത്. അങ്ങനെയെങ്കിൽ ശാസ്ത്രത്തിലെ അടുത്ത വലിയ സിമ്പിൾ ഐഡിയ, അടുത്ത വലിയൊരു സാമ്യം, എന്തൊക്കെ പുതിയ അത്ഭുതങ്ങളായിരിക്കും നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അറിയിക്കുമല്ലോ. നന്ദി.